സോ ഗേസ് നമ്മൾ ചെയ്യുന്ന പരിപാടി എല്ലാവർക്കും അറിയാമായിരിക്കും. യെസ് ഗേസ്, നമ്മളെ ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ ബൈക്ക് റേസിങ് ചെയ്തപ്പോൾ ഞാൻ ജയിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ജയിക്കുമ്പോൾ കാർ റേസിങ് കൂടെ ചെയ്യാം, അതുകൊണ്ട് നമ്മൾ കാർ റേസിംഗ് ആണ് ചെയ്യുന്നതെന്ന്. ഓക്കെ ഓക്കെ, ഇത് എടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഓക്കെ, പിന്നെ പുതിയ സിറ്റി അൺലോക്ക് ആയിരിക്കുകയാണ്, അത് നമ്മൾ കളിക്കുന്നതായിരിക്കും, എല്ലാം കളിക്കുന്നതായിരിക്കും ഗെയ്സ്. ഓക്കെ മോനെ 6 മാസമായി, 6 മാസം കാണിക്കുന്നു ഗെയ്സ്. ഓ മോനെ മാസ സീൻ കാണിക്കുന്നു താറ്. താറിടിച്ച് താറിനെ ഒന്നും റിയൽ ലൈഫിൽ കാണാൻ താറിനെ കൊണ്ടുവന്ന് ഇടിച്ചോണ്ടല്ലോ പണിയാവും. ഇങ്ങനെ റിയൽ ലൈഫ് നിങ്ങൾ ചെയ്യാൻ പോകല്ലോ, റിയൽ ലൈഫ് ഇങ്ങനെ ഇടിക്കാത്തവരില്ല. റിയൽ ലൈഫ് ഈ സംഭവങ്ങളൊന്നും ഏറി നിൽക്കത്തില്ല ഗേസ്. ഓക്കെ ഓക്കെ ഓക്കെ, റിയൽ ലൈഫിനേക്കാളും ബെറ്റർ ഗെയിം തന്നെയാണ്, പക്ഷേ GTA 5 അത്ര വരത്തില്ലെന്നേ ഉള്ളൂ. ഓ ഓ ഓ ഓക്കെ, ലെറ്റ്സ് ഗോ. ഓ വരുന്നില്ലല്ലോ ഗേസ്, നല്ലപോലെ നമുക്ക് പോവാം, നല്ലപോലെ പോകണം. ഇതൊക്കെ ഞാൻ പോകണമെങ്കിൽ എത്ര പാട്. ഇത് കാറ് വെച്ച് ചെയ്യുന്നത്, ബൈക്ക് എടുക്കുവാന്ന് എനിക്ക് തോറ്റു പോകുന്നതാണ് ഗേസ് അർത്ഥം. ഓക്കെ ഓക്കെ, ഈ മെഷീനിൽ നിന്ന് ചെയ്ത് തീർക്കണം. ഫ്ലോ പ്ലേയേഴ്സിനെ ഇതൊക്കെ എല്ലാം തീർക്കാൻ പറ്റും ഗേസ്. എനിക്കിതൊന്നും തീർക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ പ്രോ ആണെന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നു. യെസ്, I am the pro. എടാ ഇവിടുന്ന് പിന്നെ പോകാൻ ഭയങ്കര പാടാ ഗേസ്, അവിടുന്ന് ഇങ്ങനെ അങ്ങ് വളച്ച് പോകണ്ടേ, ഭയങ്കര പാടുള്ള പണിയാണ് തന്നേക്കുന്നമാര്. രോഹിത് ഗേഷോട് കുറച്ച് പാടുള്ള പണിയാണ് തന്നേക്കുന്നത്. ഓക്കെ, നമ്മൾ എത്തി ഇങ്ങോട്ടാണ് പോകണ്ട, ഞങ്ങൾക്ക് നേരെ അയ്യോ വളച്ച് കയറണം. അവസാന ഫിനിഷിൽ എന്താണെന്ന് അറിയത്തില്ല. ഇനി ഒത്തിരി ഇത് വന്നിട്ടുണ്ട്, വാക്കിങ്ങിൻ്റെ ഞാൻ ചെയ്യുന്നതായിരിക്കും, വാക്കിങ് ചലഞ്ചൊക്കെ എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗേസ്. ഇത് ഇപ്പോൾ സൂപ്പർ ഒരു ഗെയിമായി മാറിയിരിക്കും, GTA 5 പൊളിയായത്. പക്ഷെ മിഷനും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തായിരുന്നെങ്കിൽ, പേ ബാക്കിൻ്റെ മിഷനെ ഇതിനകത്ത് ആഡ് ചെയ്തായിരുന്നെങ്കിൽ, പിന്നെ ബാസ്കറ്റ് ബോളും അതും ഇതെല്ലാം ആഡ് ചെയ്തായിരുന്നെങ്കിലോ. നമ്മളെത്തിയോ ഗേസ്, നമ്മൾ ഇത്ര പെട്ടെന്ന് ഫിനിഷ് ചെയ്തു. നമ്മൾ പ്രോ അല്ലാഞ്ഞിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തു ഗേസ്. നമുക്ക് ഇവിടുന്ന് അങ്ങ് നേരെ ഇപ്പം എപ്പോൾ വേണമെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. മോനെ നമ്മൾ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തു ഗേസ്. എങ്ങനെയാണ് ഗേസ് നമ്മൾ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തു, അതെനിക്കറിയണം. ഓ ഇവിടെ പോകണമെങ്കിൽ പറ്റത്തില്ല, ഇവിടെ പോകണമെങ്കിൽ കാർ കയറത്തില്ല ഗേസ്. കണ്ടോ, നമുക്ക് അതിനകത്ത് ചാടി കയറാൻ പറ്റും. നമുക്ക് എങ്ങനെ ഓ ഇവിടെ സ്ഥലം കാണും, നമുക്ക് ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ച് അകത്ത് കയറണം. ഇനി ഇതാ അടുത്ത ചലഞ്ച് കേസ്, നോക്കട്ടെ എന്തോ പ്രശ്നം നോക്കട്ടെ. അകത്ത് കയറാൻ വഴിയില്ല, അതല്ലേ പ്രശ്നം. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ ഈ റോക്കറ്റ് അങ്ങോട്ട് എടുത്തിട്ട് ആ വണ്ടി അങ്ങ് നശിപ്പിച്ചാൽ പോരെ. ഈസി കാര്യങ്ങൾ എന്നിട്ട് റോക്കറ്റ് ലോഞ്ചർ മാറ്റി വീഡിയോ എടുത്തിട്ട് ഇവിടെ വണ്ടി അങ്ങ് എടുത്തിച്ചാൽ പോരെ കേസ്. ഇത്രയേ ഉള്ളു കാര്യം. എന്നിട്ട് ഞാൻ വെറുതെ ഇത്രയും പണിയാക്കിച്ച്. താറിൻ്റെ നമ്പർ എന്തായിരുന്നു കേസ്, മറന്നല്ലോ. 2020 അടിച്ച് നോക്കുക. ആ 2020 വേറെ, നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി എടുത്ത് പോവാം. വേറെ വണ്ടിയല്ലേ കേസ് കുറച്ചുകൂടെ ബെറ്റർ. ആടി കാണാതെ പറ്റില്ല, കാരണം ആടില്ലാത്തത് വർക്കാവത്തില്ല. പിന്നെ ഇതിനകത്ത് ഒമനിവാൻ ആഡ് ചെയ്തു, പക്ഷെ അത് വരുന്നില്ല, അതെന്തോന്ന് എനിക്കറിയത്തില്ല, അത് പ്ലഗിൻ്റെ പ്രശ്നമായിരിക്കും. ഓക്കെ പ്ലീസ് വെയിറ്റ്. ഓക്കെ കുറച്ച് സൗണ്ട് ഞാൻ കൂട്ടണോ പ്ലീസ്, കുറച്ച് സൗണ്ട് ഞാൻ കൂട്ടിയേക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ ഗേസ്, പ്ലീസ് വെയിറ്റ്. ഓക്കെ അയ്യോ കാറിക്കേറി ഗ്ലിച്ച് ആദ്യം തന്നെ ഗ്ലിച്ച് വന്നിരിക്കുന്നു ഗേസ്. ഓ ഈ കാറ് പിന്നെ പണിയായി ഗേസ്. നമുക്ക് ഈ കാറിൽ നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല. കാറിൽ നിന്ന് ഇറങ്ങി അങ്ങ് നശിപ്പിച്ചേക്കാം. എന്നിട്ട് ഒരു ബൈക്ക് എടുത്ത്, ഇത് ബൈക്കിൻ്റെ റേസാണെന്ന് തോന്നുന്നു ഗേസ്.
ഒത്തിരി ദൂരം ഓടോടോടോടോടോടോടോട്. ഒത്തിരി ദൂരം ഇന്ന് നശിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് കുറയും. ഓക്കെ, ലെറ്റ്സ് ഗോ ഗേസ്, ലെറ്റ്സ് ഗോ. ചാടിക്കയറാ. ഈ കാർ ഇവിടെ കിടക്കുന്നു. നമുക്ക് അങ്ങോട്ട് കുറച്ച് ദൂരോട്ടൊക്കെ നടന്നു പോകാം. അയ്യോ, ഇവിടെ കാറിൽ നിന്നേ പോകാൻ പറ്റും ഗേസ്. പക്ഷെ നമുക്ക് കയറാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ കയറിയിട്ടൊരു ബൈക്ക് വിളിച്ചിട്ട് അങ്ങ് പോവാം. കയറാ. ഇതിവിടെ കയറാൻ പറ്റത്തില്ല ഗേസ്. ഓക്കെ, നമ്മളിവിടെ കയറി. പക്ഷെ നമ്മളെ താറും എല്ലാം പോയി. നമുക്കിവിടെ ഒരു ബൈക്ക് അങ്ങ് വിളിച്ചേക്കാം. ബൈക്ക് നമുക്ക് പറ്റില്ല, രാത്രിയാക്കാം. അത് നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് എടുക്കണോ നിങ്ങൾ പറ. ഓക്കെ, ഞാൻ അതിന് ഇൻഫിനിറ്റി ഹെൽത്ത് എടുക്കാം. ഇൻഫിനിറ്റി ഹെൽത്ത് മുഖ്യം പിക്കിലേ. 1-ൻ്റെ ബൈക്ക് ഞാൻ ആക്ടിവേറ്റ് ചെയ്തു. പക്ഷെ ഇത് വരുന്നില്ല. 7 വരുന്നില്ല ഗേസ്. ഓക്കെ, നമുക്ക് 4 ബൈക്ക് വിളിച്ചിട്ടിട്ട് ഇത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഓക്കെ, എന്നിട്ട് നമുക്ക് 99 അങ്ങോട്ട് വിളിച്ചേക്കാം. അത്രേ ഉള്ളൂ. രാത്രിയായിട്ട് ബൈക്കിൽ കയറി അങ്ങ് പോകണം. അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ചലഞ്ചാ കേസ്. അടുത്ത ചലഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാറ് കഴിയുമ്പോൾ ബൈക്കാണ്. ഇത് ബൈക്കിന് പറ്റിയ ചലഞ്ചാ. നേരത്തെ നമ്മൾ ബൈക്കിൻ്റെ ചെയ്തു. നമുക്ക് നല്ലോണം ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഓക്കെ. സ്റ്റോപ്പ്. നമ്മൾ ജയിക്കാറായി. ജയിക്കുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ കണ്ടില്ല. എങ്ങോട്ടാ കേസ് പോകണ്ടേ? ഓക്കെ. ഇവിടെ ഇത് ജയിക്കാൻ പാടാണ് കേസ്. ഇത് ജയിക്കാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ പറയുന്ന പോലെയല്ല. ഞാൻ എന്നാലും ഇവിടെ എത്തി കേസ്. നിങ്ങൾ കണ്ടോ, ഞാനിവിടെ എത്തി. മോനെ, ഇത് ബൈക്ക് റേസിങ്ങാ മോനെ. അയ്യോ, താറെടുത്ത് ഇവിടെ വരണമായിരുന്നു കേസ്. താറ് ഈ ലൊക്കേഷനിലോട്ട് കൊണ്ടുവരണമായിരുന്നു. പക്ഷെ ഞാനത് മറന്നു. താറ് നമ്മൾ വേറെ എവിടെ എങ്ങാണ്ടാ പാർക്ക് ചെയ്ത്. താറ് നമുക്ക് വേറെ ഏതോ ലൊക്കേഷനിലെങ്ങാണ്ടാണ് കേസ് കൊണ്ടുവരേണ്ടത്. പക്ഷെ ഞാനത് മറന്നു. നമ്മൾ പറക്കും തളികയാവും. ഇനി സ്ഥലങ്ങളുണ്ട് കേസ് ഇവിടെ. ഇനിയും എത്ര സ്ഥലം. മോനെ, ഇത്ര സ്ഥലം അമ്മമാരുണ്ടാക്കിയിട്ട് പുതിയ വീട് വന്നു കേസ്. ഇതിലെപ്പം വന്നിട്ട് പുതിയ വീട് അവരുണ്ടാക്കാറില്ല. പക്ഷെ പുതിയ അപ്ഡേഷനിൽ വന്നേക്കുന്ന വീടൊന്നും ഇല്ലാത്തൊരു അപ്ഡേഷൻ വന്നിട്ട് ഇവിടെ മാറി കേസ്. വണ്ടിക്ക് എന്തോ പറ്റി. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം. ഇറങ്ങുന്നതും ഇല്ല. നമുക്ക് ഈ വണ്ടി അങ്ങ് കത്തിച്ചേക്കാം കേസ്. ഇവിടെ റെയിൽവേ പാളമാണ്. നമുക്ക് ഫോൺ എടുത്താൽ ട്രെയിൻ അങ്ങ് ഓണാക്കി വിട്ടേക്കാം. ഇതല്ല ട്രെയിൻ എൻജിൻ 4 വേ ഓക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എൻജിൻ 4 വേയുടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ബൈക്കിലുണ്ടാ കേസ്. അയ്യോ, ഇവിടുന്ന് ഇനി എസ്കേപ്പ് ആവുന്ന ഒരു വലിയ പണി തന്നെയാണ് കേസ്. ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നത് നമുക്കിവിടെ ഒരു ബൈക്ക് വിളിച്ചിട്ട് പോവാം. ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റും കേസ്. ഈ ഗ്യാപ്പിൽ നോക്കിക്കോ. ഗ്യാപ്പിൽ നിൽക്കാൻ പറ്റുന്നേ. നമുക്കിവിടെ ഒരു 4 ബൈക്ക് വിളിക്കാം. 4 ബൈക്കാണ് ഞാൻ ആദ്യം കണ്ട ബൈക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗേസ്. കാറിൻ്റെ കഴിഞ്ഞപ്പോൾ ബൈക്കായോ. ഇത് കാറും ബൈക്കും ഉള്ളതാണ് ഗേസ്. മനസ്സിലായി. ഉള്ളി എങ്ങനെ എനിക്ക് കയറി ഗേസ്. കയറാൻ പറ്റുന്നില്ല. എന്നിട്ട് ടാറ്റ സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി ഇങ്ങനെ പിടിച്ച് കയറാം ഗേസ്. പിടിച്ച് കയറാൻ പറ്റുന്നില്ല. കയറിയോ? നമുക്ക് ബൈക്കിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു. പിന്നെ ഈ ഹൗസിൽ കയറാൻ പറ്റുമോ ഞാൻ ഉദ്ദേശിച്ചേട്ടെ. ഇത് വെറുതെ അമ്മ വെച്ചേക്കുന്ന ഗേസ്. ഈ ഹൗസൊക്കെ ഇതിൽ നമ്മൾ കടക്കണമെങ്കിൽ നമ്മൾ തോക്കത്തില്ല. നമുക്ക് ജെറ്റ് പാക്ക് എടുത്ത് പോവാം. 330 വരുന്ന ജെറ്റ് പാക്ക് എടുത്ത് നമ്മൾ നേരെ അങ്ങ് പോകും. അത്രേ ഉള്ളൂ. നമ്മൾ വണ്ടയ്ക്ക് കണ്ടിട്ട് എന്തെങ്കിലും വിളിക്കാം കേസ്. ജെറ്റ് പാക്ക്. ഇവിടെയൊക്കെ നല്ല സ്ഥലമൊക്കെ ആക്കി വെച്ചേക്കന്മാർ നമ്മൾ പറയുന്ന കേൾക്കത്തോളൂ കേസ്. രോഹിത് ഗെയിമിങ് റോക്ക് സ്റ്റാർ എന്ന് വായി എടുത്തോളൂ കേസ്. എനിക്ക് എപ്പോഴും രോഹിത് ഗെയിമിങ് രോഹിത്തിന്
കേൾക്കുമ്പോൾ പണ്ട് കുടുംബളക്കി മരിച്ച രോഹിത്തിനെ എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ സീരിയലൊന്നും കാണാത്തതാണ്, എന്നാലും അച്ചാമ്മ പറയുന്ന കേൾക്കാം. ഓക്കെ, നമുക്കൊരു കാർ എടുത്ത് പോകാം. നമുക്ക് താറ് വല്ലതും എടുത്തിട്ട് പോകാം. ബൈക്കിന് എനിക്ക് വയ്യ. എന്തോ കാറ് വേണം? ബൊളേലോനെ വിളിച്ചല്ലോ, അല്ല സുപ്ര വിളിക്കാം. 2244. കാരണം ഇത് കാർ റേസിംഗ് അല്ലേ കേസ്, എന്നിട്ട് സുപ്ര വരേണ്ട. തല തിരിഞ്ഞവനെ സുപ്ര തല തിരിഞ്ഞവൻ തല തിരിച്ചിട്ടു. യെസ് യെസ്. ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് അടിച്ചോടെ, വേണമെങ്കിൽ സ്കിപ്പ് അടിക്കട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ ചാലഞ്ചെല്ലാം നമ്മൾ എത്ര നാളുകൊണ്ടാണ്, അതിന് പുതിയ അപ്ഡേഷനും എല്ലാം നമുക്ക് നോക്കാനുള്ള ഗൈസ്. ഓ, അടുത്ത് പിടി. ഓ ഓ ഓ ഓ ഇല്ല ഒന്നും പറ്റില്ല അല്ല ഗൈസ്. ഓക്കെ, ബൈ.